നമസ്കാരം. ഇനി ഹഡ ന്യൂസിലേക്കാണ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്ന് 9 മരണം. വയനാട്ടിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ചത് KSEBിയുടെ അനാസ്ഥയെ തുടർന്നാണെന്ന് ആരോപണം. എറണാകുളം ജില്ലയിൽ മഴക്കെടുതിയിൽ 31 വീടുകൾ തകർന്നു. അടുത്ത 4 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യത. കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെ സ്കൂളുകൾക്ക് അവധി. പാലക്കാട് ചിറ്റൂർ പുഴയിൽ അതിസാഹസിക രക്ഷാപ്രവർത്തനം. പുഴയിൽ കുടുങ്ങിയ 2 വയോധികരടക്കം 4 പേരെ രക്ഷപ്പെടുത്തി. ജലനിരപ്പ് ഉയർന്നത് മൂലത്തറ റെഗുലേറ്ററിന്റെ ഷട്ടർ തുറന്നതോടെ. രക്ഷാപ്രവർത്തനം നടത്തിയ അഗ്നിശമന സേനാംഗങ്ങളെ അഭിനന്ദിച്ച് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. സംസ്ഥാനത്ത് മഴയ്ക്കൊപ്പം നാശം വിതച്ച പകർച്ചപ്പനിയും. ഇന്ന് 2 പനിമരണം. എലിപ്പനി ബാധിച്ച് മരിച്ചത് തൃശൂർ മമ്മിയൂർ സ്വദേശി സുരേഷ് ജോർജ്. കണ്ണൂരിൽ പനി ബാധിച്ച് യുവാവ് മരിച്ചു. പനിക്ക് ചികിത്സ തേടി ആശുപത്രികളിൽ പ്രതിദിനം എത്തുന്നവരുടെ എണ്ണം 10,000-ന് മുകളിൽ. നടൻ ആസിഫ് അലിയിൽ നിന്നും ഉപഹാരം സ്വീകരിച്ചില്ല എന്ന വിവാദത്തിൽ മാപ്പ് പറഞ്ഞ രമേശ് നാരായൺ. പ്രതികരണം എൻകൗണ്ടർ പ്രൈമിൽ. ഖേദപ്രകടനം, വിമർശനം ശക്തമായതോടെ. ആസിഫിനെ പിന്തുണച്ച് അഭിനേതാക്കളുടെ സംഘടന അമ്മ. ആട്ടിയകറ്റിയ ഗർവിനോട് നീ ചിരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതമെന്ന് ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും രോഗി ലിഫ്റ്റിൽ കുടുങ്ങി. അത്യാഹിത വിഭാഗത്തിലേക്കുള്ള ലിഫ്റ്റിൽ അകപ്പെട്ടവരിൽ ഡ്യൂട്ടി ഡോക്ടറും. ഇരുവരെയും പുറത്തെത്തിച്ചത് പോലീസ് എത്തി. മരണം മുന്നിൽ കണ്ടെന്ന് 2 ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിയ രവീന്ദ്രൻ നായർ 24നോട്. കൃത്യവിലോപങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ രോഗി 2 ദിവസം കുടുങ്ങിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. 15 ദിവസത്തിനകം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് നിർദ്ദേശം. ജമ്മുകശ്മീരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ 4 സൈനികർക്ക് വീരമൃത്യു. 3 ജവാന്മാർക്ക് ഗുരുതര പരിക്ക്. ശക്തമായ തിരിച്ചടിക്കൊരുങ്ങി സൈന്യം. മേഖലയിൽ വ്യാപക തെരച്ചിൽ. കരസേനാ മേധാവിയുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ച നടത്തി. തുടർച്ചയായ സുരക്ഷാ വീഴ്ചയ്ക്ക് കേന്ദ്ര സർക്കാർ മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ആമയടഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ടു മരിച്ച കരാർ തൊഴിലാളി ജോയിക്ക് നഷ്ടപരിഹാരം നൽകാനാകില്ല എന്ന നിലപാടിൽ റെയിൽവേ. മാലിന്യം റെയിൽവേയുടേത് അല്ലെന്നും ഡിവിഷണൽ മാനേജർ. നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് റെയിൽവേക്ക് കത്ത് നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ജോയിയുടെ കുടുംബത്തെ സഹായിക്കുന്ന കാര്യം നാളത്തെ മന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ 1 മരണം കൂടി. വയനാട് സ്വദേശി രാജു മരിച്ചത് കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. സംസ്ഥാനത്തെ കാട്ടാനകളുടെ എണ്ണത്തിൽ കുറവെന്ന് കണക്കുകൾ. പുതിയ കണക്ക് പ്രകാരമുള്ളത് 1793 കാട്ടാനകൾ. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് 1920 കാട്ടാനകൾ. CPIയിൽ കോഴ വിവാദം. സംസ്ഥാന കൗൺസിൽ അംഗം പാറമട ഉടമകളിൽ നിന്നും പണം വാങ്ങി എന്ന് വെളിപ്പെടുത്തൽ. പത്തനംതിട്ട ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി PR ഗോപിനാഥിനെതിരെ സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് 24. ഗുരുവായൂർ ദേവസ്വം ബോർഡ് നിയമനക്കോഴയിൽ നടപടിയെടുക്കാതെ CPIM. ആരോപണം തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം കൊച്ചുപ്രകാശ് ബാബുവിനെതിരെ. സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് പരാതിക്കാരൻ. നേതൃത്വത്തിന്റെ സമീപനത്തിൽ പ്രതിഷേധിച്ച് പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിന്ന് CPIM പ്രവർത്തകനായ ഷാജി. സർക്കാരിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് 4ാം 100 ദിന പരിപാടിയുമായി സംസ്ഥാന സർക്കാർ. 2,59,000-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി. 47 വകുപ്പുകൾ വഴിയാകും പദ്ധതി നടപ്പാക്കുക. KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിന് വയനാട്ടിൽ തുടക്കമായി. ദേശീയ രാഷ്ട്രീയത്തെ കോൺഗ്രസ് നിർണയിക്കുന്ന കാലമാകും ഇനിയെന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. നേതൃനിരയിലെ അഭിപ്രായ ഭിന്നത സംഘടനയെ ബാധിക്കരുത് എന്ന് K സുധാകരൻ. എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകണമെന്ന് VD സതീശൻ. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന BRS നേതാവ് K കവിതയെ ആശുപത്രിയിലേക്ക് മാറ്റി. കടുത്ത പനിയെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. PSC കോഴ ആരോപണത്തിൽ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ CPIM സംസ്ഥാന നേതൃത്വത്തിനും പാർട്ടി കൺട്രോൾ കമ്മീഷനും പരാതി നൽകി പ്രമോദ് കോട്ടൂളി. ചിലർ തിരക്കഥയുണ്ടാക്കി തനിക്കെതിരെ പ്രവർത്തിച്ചെന്ന് പ്രമോദ് കോട്ടൂളി. ബീഹാർ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ.
പിടിയിലായത് പങ്കജ് കുമാർ, രാജു സിംഗ് എന്നിവർ. പങ്കജ് കുമാർ ചോദ്യപേപ്പർ മോഷ്ടിച്ചതായും രാജു സിംഗ് ചോദ്യപേപ്പർ വിതരണം ചെയ്തതായും കണ്ടെത്തൽ. മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നത് ജനാധിപത്യത്തിന്റെ അന്ത്യമെന്ന് ഹൈക്കോടതി. വാർത്തകളിലെ ചെറിയ പിഴവ് പോലും സ്വകാര്യതയെയും ഭരണഘടനാ അവകാശങ്ങളെയും ബാധിക്കും. മാധ്യമപ്രവർത്തകർ അതീവ ജാഗ്രത പുലർത്തണമെന്നും കോടതിയുടെ നിരീക്ഷണം. പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന ആരോപണവുമായി ഡിവൈഎഫ്ഐ നേതാവും CPIM കരൂർ ബ്രാഞ്ച് സെക്രട്ടറിയുമായ S. അജ്വദ് അകാരണമായി മുഖത്തടിക്കുകയും നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തു എന്ന് പരാതി. ജാമ്യത്തിലിറക്കാൻ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴായിരുന്നു മർദ്ദനം. ഗവർണർ CV ആനന്ദബോസിനെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയോട് കൽക്കട്ട ഹൈക്കോടതി. രാജ്ഭവനിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നത് സുരക്ഷിതമല്ല എന്ന മമതയുടെ പരാമർശത്തിനെതിരെ ഗവർണർ കോടതിയെ സമീപിക്കുകയായിരുന്നു. കണ്ണൂരിൽ വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തിയവരെ പോലീസുകാരൻ ബ്ലാക്ക്മെയിൽ ചെയ്തെന്ന് പരാതി. കമിതാക്കളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി പണം ആവശ്യപ്പെട്ടു എന്നാണ് പരാതി. കണ്ണൂർ കോട്ടയിൽ സുരക്ഷാ ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥനെതിരെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. വനിതാ SIക്ക് ഇമ്പോസിഷൻ എഴുതാൻ നിർദ്ദേശം നൽകി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി. പുതിയ ക്രിമിനൽ നിയമത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകാത്തതിലാണ് നടപടി. തിരുവനന്തപുരം വെള്ളറടയിൽ സർക്കാർ ഉദ്യോഗസ്ഥനെ സുഹൃത്തിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിലെ ലോക്കൽ ഫണ്ട് ഓഡിറ്ററായ ഷാജി ആണ് മരിച്ചത്. സുഹൃത്തുമായുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് പോലീസ്. കൊല്ലം എരൂർ നെട്ടയം SNDP ശാഖാക്ഷേത്രത്തിൽ നിരാഹാര സമരം നടത്തുകയായിരുന്ന പൂജാരി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. SNDP ശാഖാക്ഷേത്രത്തിലെ മുൻ പൂജാരി സുജേഷാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ശമ്പള കുടിശ്ശിക നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. സംസ്ഥാനത്തിന് ഗോതമ്പ് നൽകുന്നത് പുനഃസ്ഥാപിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി ഭക്ഷ്യമന്ത്രി GR അനിൽ. അരിക്ക് ഓപ്പൺ മാർക്കറ്റിൽ ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കാം എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. മണ്ണെണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്നും ഭക്ഷ്യമന്ത്രി. വെറ്ററിനറി സർവകലാശാലയിലെ VC നിയമനത്തിനും സ്വന്തം നിലയ്ക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് സർക്കാർ. സസ്പെൻഷനിലായ VC ഡോക്ടർ MR ശശീന്ദ്രനാഥന്റെ കാലാവധി അവസാനിച്ചതോടെയാണ് സർക്കാരിന്റെ നീക്കം. കാസർഗോഡ് പഞ്ചിക്കല്ലിൽ സ്കൂൾ വരാന്തയിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച സംഭവത്തിൽ കുഞ്ഞിന്റെ അമ്മയെ കണ്ടെത്തി. ചികിത്സയിൽ കഴിയുന്ന യുവതിയെയാണ് പോലീസ് കണ്ടെത്തിയത്. കാസർഗോഡ് പോക്സോ കേസിൽ മൊഴി മാറ്റാൻ അതിജീവിതയെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തിയ പ്രതിയുടെ സഹോദരൻ അറസ്റ്റിൽ. കുപ്ല സ്വദേശി വരുൺ രാജാണ് പിടിയിലായത്. പോക്സോ കേസിൽ ജയിലിൽ കഴിയുന്ന സഹോദരൻ കിരൺ രാജിന് വേണ്ടിയായിരുന്നു ഭീഷണി. 100 കോടിയുടെ ഭൂമി തട്ടിപ്പ് നടത്തിയ കേസിൽ തമിഴ്നാട് മുൻമന്ത്രി MR വിജയഭാസ്കർ തൃശൂരിൽ അറസ്റ്റിൽ. PC വിലങ്ങന്നൂരിലെ വാടക വീട്ടിൽ നിന്നും തമിഴ്നാട് CBCID പിടികൂടിയത്. തൃശൂർ കയ്പമംഗലത്ത് സ്വന്തമായി നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്ത ഗ്രാഫിക് ഡിസൈനർ പിടിയിൽ. അറസ്റ്റിലായത് പാവറട്ടി സ്വദേശി ജസ്റ്റിൻ. കള്ളനോട്ടുണ്ടാക്കാൻ ഉപയോഗിച്ച സാമഗ്രികൾ പോലീസ് കണ്ടെടുത്തു. കേരളത്തിലെ പ്രധാന വാർത്തകൾ. പങ്കജ കസ്തൂരി ഹെർബൽസ് ഇന്ത്യ ലിമിറ്റഡിന് അംഗീകാരം. ഇക്കണോമിക്സ് ടൈംസിന്റെ 2024 മികച്ച ഹെൽത്ത് കെയർ ബ്രാൻഡിനുള്ള പുരസ്കാരം പങ്കജ കസ്തൂരിക്ക് ലഭിച്ചു. എൻട്രി ആപ്പിന്റെ പുതിയ AI വെർട്ടിക്കലായ സാക്ഷരത AI ലോഞ്ച് നടന്നു. മലയാളം, തമിഴ് ഭാഷകളിൽ തുടങ്ങി 22 ഭാഷകളിൽ സൗജന്യ AI അപ്സ്കില്ലിംഗ് കോഴ്സുകളാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. കൊച്ചിയിൽ നടന്ന JNAI കോൺക്ലേവിൽ വ്യവസായ മന്ത്രി P. രാജീവ് ഒഫീഷ്യൽ ലോഞ്ചിംഗ് നിർവഹിച്ചു. തിരുവനന്തപുരം കവടിയാറിൽ അമിത വേഗത്തിലെത്തിയ കാർ പോസ്റ്റിൽ ഇടിച്ച അപകടം. ഒരാൾക്ക് ഗുരുതര പരിക്ക്. അപകടമുണ്ടായത് ഇന്നലെ രാത്രി. തിരുവനന്തപുരത്ത് വൻ സ്വർണ്ണവേട്ട. അമരവിള ചെക്ക് പോസ്റ്റിൽ 1.5 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ പിടികൂടി. KSRTC ബസ്സിലാണ് സ്വർണ്ണാഭരണങ്ങൾ കടത്തിയത്. തൃശൂർ സ്വദേശികളായ 2 പേർ പിടിയിൽ. എറണാകുളം കുന്നത്തുനാട് അറക്കപ്പടി പുളിഞ്ചോട് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിലേക്ക് മണ്ണിടിഞ്ഞു വീണു. ആളപായമില്ല. എലൂർ ബോസ്കോ കോളനിയിൽ 20 വീടുകളിൽ വെള്ളം കയറി. കാസർഗോഡ് നീലേശ്വരം താലൂക്ക് ആശുപത്രി കെട്ടിടത്തിന് മുകളിൽ മരം കടപുഴകി വീണു. ആർക്കും പരിക്കില്ല. ചെറുവത്തൂരിൽ കിണർ ഇടിഞ്ഞു താണു. ആലുവ തോട്ടക്കാട്ടുകര GCDA റോഡിൽ മരം കടപുഴകി വീണു. ആളപായമില്ല.
പാലക്കാട് ആലത്തൂർ പത്തനാപുരത്തെ താൽക്കാലിക നടപ്പാലം പൂർണ്ണമായി നിലംപൊത്തി. പ്രദേശത്തെ 1500 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയ യുവാവിനെ രക്ഷപ്പെടുത്തി. വയനാട് നൂൽപ്പുഴയിലെ പുഴ കരകവിഞ്ഞു. പുത്തൂർ കോളനിയിലെ 5 കുടുംബങ്ങളെ സമീപത്തെ ക്ലബിലേക്ക് മാറ്റി. മുത്തങ്ങ പൊൻകുഴി ആനക്കടവിൽ ദേശീയപാതയിൽ വെള്ളം കയറി. വയനാട് നടവയൽ ചീറ്റാലൂർ കുന്നിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ചിറ്റാലൂർ കുന്ന് നായ്ക്ക കോളനിയിലെ കിണറാണ് ഇടിഞ്ഞത്. ശക്തമായ മഴയിൽ തിരുവനന്തപുരം വിതുര ബോണക്കാട് റോഡിൽ മരം ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അഗ്നിരക്ഷാസേന എത്തിയാണ് മരം മുറിച്ചു മാറ്റിയത്. വടയില ആറാംകല്ലിൽ ആൽമരം കടപുഴകി വാഹനത്തിന് മുകളിൽ വീണ് ഒരാൾ മരിച്ചു. ഇടുക്കി മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ ചെളിയിൽ വാഹനം കുടുങ്ങി. മണ്ണ് നീക്കം ചെയ്യാത്തതിനാൽ പ്രദേശത്ത് ഗതാഗത തടസ്സമുണ്ടായി. അടിമാലി മൂന്നാർ റോഡ് കരടിപ്പാറയിൽ മരം ഒടിഞ്ഞു വീണ് ഗതാഗത തടസ്സം നേരിട്ടു. കനത്ത മഴയിൽ ഇടുക്കി നേര്യമംഗലം കാഞ്ഞിരവേലിയിൽ വീട് തകർന്നു. വെട്ടിപ്ലായിൽ അനീഷിന്റെ വീടാണ് തകർന്നത്. പുന്നയാർ ആറാംകൂപ്പിൽ വീടിന് മുകളിലേക്ക് കല്ലും മണ്ണും ഇടിഞ്ഞു വീണു. തൃശൂർ ചാലക്കുടി റെയിൽവേ അടിപ്പാതയിൽ നിർദ്ദേശങ്ങൾ അവഗണിച്ചിറക്കിയ ലോറി വെള്ളത്തിൽ കുടുങ്ങി. പാലക്കാട് സ്വദേശികൾ ഓടിച്ചിരുന്ന ലോറിയാണ് കുടുങ്ങിയത്. കനത്ത മഴയിൽ കോഴിക്കോട് മാവൂർ മേഖലയിൽ വെള്ളം കയറി. എരഞ്ഞിപ്പലം കരുണ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്കൂൾ ക്യാമ്പസ് വെള്ളത്തിനടിയിൽ. കനോലി കനാലിൽ ജലനിരപ്പ് ഉയർന്നതോടെ കൈത്തോടുകൾ കരകവിഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. മലപ്പുറം കുന്നുമലിൽ മിനിലോറിക്ക് മുകളിലേക്ക് മരം വീണു. വാഹനത്തിൽ കുടുങ്ങിയ 2 പേരെയും രക്ഷപ്പെടുത്തി. പ്രദേശത്തെ വൈദ്യുതി നിലച്ചു. പത്തനംതിട്ട കോന്നി പൂങ്കാവ് ജംഗ്ഷനിൽ കാറിന് മുകളിലേക്ക് ഉണങ്ങിയ മരം വീണു. നിയന്ത്രണം വിട്ട കാർ സമീപത്ത് നിർത്തിയിരുന്ന മറ്റൊരു കാറിലേക്ക് ഇടിച്ചു കയറി. തിരുവനന്തപുരം ഗവൺമെന്റ് ആർട്സ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി വിളംബര യാത്ര സംഘടിപ്പിച്ചു. പ്രമുഖ കലാകാരൻ സൂര്യകൃഷ്ണമൂർത്തി ഫ്ളാഗ് ഓഫ് ചെയ്തു. വിളംബര ഘോഷയാത്രയിൽ അധ്യാപകരും വിദ്യാർത്ഥികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. പത്തനംതിട്ട വാഴമുട്ടത്ത് ഗ്യാസ് സിലിണ്ടർ ലീക്കായി. പുതിയ ഗ്യാസ് സിലിണ്ടർ കണക്ട് ചെയ്യുമ്പോഴായിരുന്നു അപകടം. വീട്ടുകാർ ഗ്യാസ് സിലിണ്ടർ പുറത്തേക്ക് വലിച്ചെറിഞ്ഞതിനാൽ ഒഴിവായത് വൻ ദുരന്തം. കാസർഗോഡ് പട്ലയിൽ വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ചു. മായിപ്പാടി സ്വദേശി ഹേമാവതിയാണ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് രോഗി താഴേക്ക് ചാടി. വള്ളക്കടവ് സ്വദേശി ഗോലിൻ പീറ്റർ ആണ് താഴേക്ക് ചാടിയത്. യുവാവിന് മാനസികാസ്വാസ്ഥ്യമുണ്ടായിരുന്നുവെന്ന് പോലീസ്. കൊച്ചി മട്ടാഞ്ചേരി ബസാർ റോഡിൽ സർക്കാർ ഏറ്റെടുത്ത കെട്ടിടം അപകടാവസ്ഥയിൽ. കൽവത്തി ചുങ്കം പാലത്തിന് സമീപത്തെ കെട്ടിടമാണ് ഇടിഞ്ഞു വീഴുന്നത്. കോതമംഗലം വെറ്റിലപ്പാറയിൽ ജനവാസ മേഖലയിൽ എത്തിയ കൂറ്റൻ രാജവെമ്പാലയെ പിടികൂടി. വെറ്റിലപ്പാറയിൽ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലാണ് രാജവെമ്പാലയെ കണ്ടത്. വനംവകുപ്പ് എത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. ഇനി പ്രധാന അറിയിപ്പുകൾ. വയനാട് വൈത്തിരി എന്നൂര് പൈതൃക ഗ്രാമത്തിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ചു. മഴ ശക്തമായതിനെ തുടർന്നാണ് തീരുമാനം. കുഞ്ഞാലിമരക്കാർ സ്കൂൾ ഓഫ് മറൈനിൽ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 18-ന് നടത്തും. വിശദ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ദേശീയ വാർത്തകൾ. BSP സംസ്ഥാന നേതാവിന്റെ കൊലപാതകത്തിന് പിന്നാലെ തമിഴ്നാട്ടിൽ വീണ്ടും രാഷ്ട്രീയ കൊല. നാം തമിഴർ കക്ഷി നേതാവ് ബാലസുബ്രഹ്മണ്യനെ വെട്ടിക്കൊന്നു. ആക്രമണം പ്രഭാത സവാരിക്കിടെ മധുരയിൽ വെച്ച്. അന്വേഷണത്തിനായി പ്രത്യേക സംഘം. ബീഹാറിൽ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി നേതാവ് മുകേഷ് സഹാനിയുടെ പിതാവ് കൊല്ലപ്പെട്ട നിലയിൽ. ദർഭംഗ ജില്ലയിലെ കുടുംബ വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. ജമ്മുകശ്മീരിൽ 32 മാസത്തിനിടെ വീരമൃത്യു വരിച്ചത് 48 സൈനികർ എന്ന കണക്കുകൾ. ഇന്ന് ദോഡ ജില്ലയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ മേജറടക്കം 4 സൈനികർ വീരമൃത്യു വരിച്ചതിനു പിന്നാലെയാണ് റിപ്പോർട്ട് പുറത്തുവന്നത്. ഉത്തർപ്രദേശിൽ പ്രളയക്കെടുതി രൂക്ഷം. മഴക്കെടുതിയിൽ 8 പേർ കൂടി മരിച്ചു. വടക്കേന്ത്യയിൽ ശക്തമായ മഴ തുടരാൻ സാധ്യത. സാഹചര്യങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം. കർണാടകയിലെ അങ്കോളയിൽ ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ് 7 മരണം.
മണിക്കൂറുകൾ നീണ്ട തെരച്ചിലൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മുംബൈ എക്സ്പ്രസ് ഹൈവേയിൽ ബസ് കുഴിയിലേക്ക് മറിഞ്ഞ അപകടം. 5 പേർ മരിച്ചു, നിരവധി പേർക്ക് പരുക്ക്. ഗുജറാത്തിൽ ചന്ദിപുര വൈറസ് വ്യാപനം. അണുബാധയെ തുടർന്ന് 6 കുട്ടികൾ മരിച്ചു. വൈറസ് വ്യാപന പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വെടിവെപ്പുണ്ടായ ഡൽഹി GTB ആശുപത്രിയിലെ ജീവനക്കാർ സമരം അവസാനിപ്പിച്ചു. സുരക്ഷ വർദ്ധിപ്പിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളിൽ അധികൃതർ ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. ബീഹാറിലെ പട്നയിൽ കാർ ട്രക്കുമായി കൂട്ടിയിടിച്ച അപകടം. 6 പേർ മരിച്ചു, 5 പേർക്ക് പരുക്ക്. ന്യൂസിലേക്ക് തിരികെ ഇനി രാജ്യാന്തര വാർത്തകൾ. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച റിപ്പബ്ലിക്കൻ പാർട്ടി. ജെസി വാൻസ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. പ്രഖ്യാപനം പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിൽ. ഒമാനിൽ മസ്ജിദിന് സമീപം വെടിവെപ്പ്. മരിച്ചവരുടെ എണ്ണം 9. നിരവധി പേർക്ക് പരിക്ക്. അന്വേഷണം ആരംഭിച്ച റോയൽ ഒമാൻ പോലീസ്. ഒളിമ്പിക്സിൽ ചൈനീസ് നീന്തൽ താരങ്ങളുടെ പരിശോധന ശക്തമാക്കാൻ ലോക അക്വാട്ടിക്സ്. ഉത്തേജക വിരുദ്ധ പരിശോധനകൾ വർദ്ധിപ്പിക്കും. സാമ്പിളുകൾ ചൈനയ്ക്ക് പുറത്തുള്ള ലബോറട്ടറികളിൽ പരിശോധിക്കും. ആഗോളതലത്തിൽ കുട്ടികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് യുനിസെഫ്. 2.7 ദശലക്ഷം പേർക്ക് വാക്സിനേഷൻ ലഭിക്കുന്നില്ല എന്ന മുന്നറിയിപ്പ്. 5ാം പനി അടക്കമുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ പ്രതിരോധ കുത്തിവയ്പ്പുകൾ അനിവാര്യമെന്നും യുനിസെഫ്. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിയെ നിരോധിക്കും. വീണ്ടും ജയിലിലടച്ച ഇമ്രാൻഖാനെതിരെ കടുത്ത നടപടികൾ വരുന്നു. നടപടിക്ക് പിന്നിൽ പാക് സൈന്യമെന്ന് ഇമ്രാൻഖാൻ. പലസ്തീൻ അഭയാർത്ഥികൾക്ക് $25 ലക്ഷം നൽകി ഇന്ത്യ. അഭയാർത്ഥികളുടെ ആരോഗ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായി തുക വിനിയോഗിക്കും. 2023 മുതൽ 24 വരെ $35 ദശലക്ഷം സാമ്പത്തിക സഹായം ഇന്ത്യ നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിലെ ഏക ക്യാൻസർ ആശുപത്രി തകർന്നു. 80 പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേലിലേക്ക് 20 റോക്കറ്റുകൾ ലെബനിൽ നിന്ന് തൊടുത്തുവിട്ട് ഹിസ്ബുള്ള. ചെങ്കടലിൽ 2 ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂതി ആക്രമണം. ആളപായമില്ല. അപകടമുണ്ടായത് ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ള കപ്പലിന് നേരെ. ഇറ്റലിയിലെ മൗണ്ട് എറ്റ്ന അഗ്നിപർവ്വതം സജീവമായി. അഗ്നിപർവ്വതത്തിൽ നിന്ന് ലാവ ഒഴുകി തുടങ്ങി. സിസിലിയുടെ തെക്ക് കിഴക്കൻ പ്രദേശത്ത് അന്തരീക്ഷം ചാരം നിറഞ്ഞ അവസ്ഥയിൽ. പ്രദേശത്ത് നാളുകളെ ഒഴിപ്പിച്ചു. ഫിലിപ്പീൻസിൽ ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും 5 മരണം. പ്രദേശത്ത് വൻ നാശനഷ്ടം. 4000 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇനി ബിസിനസ് വാർത്തകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില കൂടി. പവന് 280 രൂപയും ഗ്രാമിന് 35 രൂപയുമാണ് കൂടിയത്. പവന് 54,280 രൂപയും ഗ്രാമിന് 6,785 രൂപയും ഇന്നത്തെ വില. രാജ്യാന്തര എണ്ണ വിപണിയിൽ സമ്മർദ്ദം. ക്രൂഡ് വില ഉയരുന്നു. എണ്ണ ഇതര പദ്ധതികൾക്ക് പ്രാധാന്യം നൽകാനുള്ള സൗദി നീക്കമാണ് തിരിച്ചടിയായത്. ആമസോൺ പ്രൈം ഡേയിൽ തട്ടിപ്പുകാരെ സൂക്ഷിക്കണമെന്ന് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകി വിദഗ്ധർ. ഓൺലൈൻ സൈറ്റുകളിലെ ഓഫർ പെരുമഴയിൽ ഫിഷിംഗ് ശ്രമങ്ങൾക്ക് സാധ്യത. ഓഫറുമായി ബന്ധപ്പെട്ട് വരുന്ന മെയിലുകൾ ആധികാരികമാണോ എന്ന് ഉറപ്പുവരുത്തണമെന്നും മുന്നറിയിപ്പ്. 3ാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിൽ റെയിൽവേ പരിഷ്കാരങ്ങൾക്ക് സാധ്യത. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ഊന്നൽ. യാത്രക്കാരുടെ എണ്ണം പെരുകുന്നതും സമീപകാല അപകടങ്ങളും പരിഗണിച്ച് പുതിയ പദ്ധതികൾ. വരുന്ന 2 വർഷം 10,000 നോൺ AC കോച്ചുകളുടെ നിർമ്മാണം ഉൾപ്പെടെയുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കും. എട്ടെ കമ്പനി ബൈജൂസ് കഴിഞ്ഞ വർഷം മുതൽ TDS കുറച്ച നികുതി അടച്ചിട്ടില്ലെന്ന് റിപ്പോർട്ട്. ജീവനക്കാരിൽ നിന്നും TDS കുറച്ചെങ്കിലും ട്രഷറിയിൽ അടച്ചില്ല. ജീവനക്കാർ വിവരമറിഞ്ഞത് ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ. കേന്ദ്ര ബജറ്റിൽ സാധാരണ പൗരന്മാരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകണമെന്ന് ലോകബാങ്ക് മുൻ ചീഫ് എക്കണോമിസ്റ്റ് കൗശിക് ബസു. ചെറുകിട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും തൊഴിൽ സൃഷ്ടിക്കാനും ഉൽപ്പാദന മേഖലയ്ക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കണം. GDP വർധനയിൽ മാത്രം ശ്രദ്ധിച്ചിട്ട് കാര്യമില്ലെന്നും PTAക്ക് നൽകിയ അഭിമുഖത്തിൽ ബസു. ഇനി കായിക വാർത്തകൾ.
കോപ്പ അമേരിക്ക കിരീടം നേടിയ അർജന്റീന ടീമിന് ജന്മനാട്ടിൽ വൻ സ്വീകരണം. ബ്യൂണസ് ഐറിസിൽ വിമാനമിറങ്ങിയ ടീമിനെ സ്വീകരിക്കാനെത്തിയത് പതിനായിരങ്ങൾ. ചികിത്സയ്ക്കായി അമേരിക്കയിൽ തുടർന്നതിനാൽ നായകൻ ലയണൽ മെസ്സി അർജന്റീനയിലെത്തിയില്ല. യൂറോ കപ്പ് നേടിയ സ്പെയിൻ ടീമിനും വൻ വരവേൽപ്പ്. സ്പാനിഷ് രാജകൊട്ടാരത്തിൽ വിരുന്നിന് ശേഷം മാഡ്രിഡ് നഗരത്തിൽ ടീമിന്റെ വിക്ടറി പരേഡ്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ഫ്രഞ്ച് താരം ഒളിവർ ജിറൂഡ്. 137 മത്സരങ്ങളിൽ ഫ്രാൻസിന്റെ കുപ്പായമണിഞ്ഞ ജിറൂഡ് 57 ഗോളുമായി ടീമിന്റെ എക്കാലത്തെ മികച്ച ഗോൾ വേട്ടക്കാരിൽ മൂന്നാമനാണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബ്രസീലിയൻ ഗോൾ കീപ്പർ എഡേഴ്സിനെ റാഞ്ചാൻ സൗദി ക്ലബ്ബ് അൽ നസർ. 30 മില്യൺ യൂറോയാണ് വാഗ്ദാനം. എന്നാൽ 50 മില്യൺ യൂറോ വേണമെന്നാണ് സിറ്റിയുടെ ആവശ്യം. ഗാരേത്ത് സൗത്ത് ഗേറ്റ് ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീം പരിശീലക സ്ഥാനമൊഴിഞ്ഞു. യൂറോ കപ്പിലെ ഫൈനൽ തോൽവിക്ക് പിന്നാലെയാണ് സൗത്ത് ഗേറ്റിന്റെ രാജി. 2016 മുതൽ ഇംഗ്ലണ്ട് ടീമിന്റെ പരിശീലകനായിരുന്നു. മുൻ ഇന്ത്യൻ താരവും മലയാളിയുമായ ടിനു യോഹന്നാൻ ആന്ധ്ര ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകൻ. നിയമനം 2024-25 സീസണിലേക്ക് കേരള ടീമിനെ മുൻപ് ടിനു പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഇനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. മീര ജാസ്മിൻ, അശ്വിൻ ജോസ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി VK പ്രകാശ് സംവിധാനം ചെയ്യുന്ന പാലും പഴവും എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ചിത്രത്തിൽ ശാന്തി കൃഷ്ണ, അശോകൻ, മണിയൻപിള്ള രാജു, നിഷ സാരംഗ്, മിഥുൻ രമേശ് തുടങ്ങിയ വലിയൊരു താരനിരയുമുണ്ട്. മാത്യു തോമസും ശ്രീനാഥ് ഭാസിയും ഒന്നിക്കുന്ന ചിത്രം ഉടുമ്പൻചോല വിഷന്റെ ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് പുറത്ത്. AR മീഡിയ ലാബ്സിന്റെയും UB പ്രൊഡക്ഷൻസിന്റെയും ബാനറുകളിലാണ് ചിത്രത്തിന്റെ നിർമ്മാണം. ഫ്രഞ്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിജയ റാലിയുടേത് എന്ന പേരിൽ പ്രചരിക്കുന്ന ദൃശ്യം വ്യാജം. ഫ്രഞ്ച് നഗരമായ ലിയോണിൽ ഗസയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പലസ്തീൻ അനുകൂല പ്രകടനത്തിന്റെ ദൃശ്യമാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. നാളത്തെ വാർത്തകൾ. കോഴിക്കോട് ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നാളെ വൈദ്യുതി മുടങ്ങും. താമരശ്ശേരി സെക്ഷൻ, പുതുപ്പാടി സെക്ഷൻ പരിധികളിലാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെടുക. ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതി ഉദ്ഘാടനം നാളെ രാവിലെ 11 മണിക്ക് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മെഴുക് പ്രതിമ നാളെ അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരം വാക്സ് മ്യൂസിയത്തിൽ രാവിലെ 9:30 അനാച്ഛാദനം. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് USA നേതൃത്വത്തിൽ നാളെ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തും. രാത്രി 9 മണിക്കാണ് അനുസ്മരണ യോഗം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തോട് അനുബന്ധിച്ച് പേരൂർക്കട ആശുപത്രിയിൽ നാളെ പൊതിച്ചോറ് വിതരണം ചെയ്യും. ഉച്ചയ്ക്ക് 12:30 പൊതിച്ചോറ് വിതരണം. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ജപ്പാനിലെ ടോക്കിയോയിൽ ഭൂചലനം 4.2 തീവ്രത. സുനാമി മുന്നറിയിപ്പില്ല. ഈ വർഷത്തെ ജൂൺ തുർക്കിലെ ഏറ്റവും ചൂടേറിയ മാസമെന്ന റിപ്പോർട്ട്. തെക്കിഴക്കൻ പ്രവിശ്യയായ സാൻ ലിയൂഫയിൽ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 47.8 ഡിഗ്രി സെൽഷ്യസ്. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം 40. പരിക്കേറ്റവരുടെ എണ്ണം 347 ഉയർന്നു. ന്യൂസ് പൂർത്തിയാകുന്നു.